ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? 6 മാസമായിട്ട് ആസിഡിന്റെ കൂടെ കറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവരുമായി തെറ്റി ദാസിന്റെ കൂടെയാ. നിന്റെ പേരെന്താ? ക്രാന്തി. ക്രാന്തി വിപ്ലവ നായകന്മാരുടെ പേരാണല്ലോ. നിന്റെ അച്ഛന്റെ പേരെന്താ? നിന്റെ അച്ഛന്റെ പേരെന്താന്ന്? എന്താണ് മിണ്ടാത്തെ? നിന്റെ അച്ഛന്റെ പേരെന്താന്ന്? അച്ഛന്റെ പേര് പി ആർ. വേണമെങ്കിൽ അഡ്രസ് കൂടി പറയാം. സർ, ഇത് നിങ്ങളുടെ മോനാണോ? ജീപ്പ് ഇവന്റെയാ. ഗ്യാസിൽ ഓടുന്ന വണ്ടിയായിരുന്നു അത്. അതാ പൊട്ടിത്തെറിച്ചത്. ലോയർ സാർ, ഫോർമാലിറ്റീസ് നടക്കട്ടെ. സർ, നിങ്ങൾ പോയിക്കോളൂ. ഫാദർ, പോവാം. നിൽക്ക് ക്രാന്തി. പ്രേമാലയത്തിലേക്ക് വരാനായി നീ അനാഥനല്ലല്ലോ. നിനക്കിപ്പോൾ അച്ഛനില്ലേ? അദാസും കൂട്ടാളികളും അപകടപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും എടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ വന്നത്. ഈ സ്നേഹം നീ തിരിച്ചറിയണം മോനെ. എന്റെ തലയിൽ തൊട്ട് ഞാൻ പറയുകയാണ്. വാ. വാടാ മോനെ, വാ. വെൽക്കം വെൽക്കം ക്രാന്തി. വെൽക്കം ടു യുവർ ഹോം. പിയർ, എന്റെ പ്രിയമോള് വന്നിട്ടുണ്ട്. നീയല്ല ഞങ്ങളുടെ ബോസ്. ശേഷുണ്ണന്റെ മോൾ അമേരിക്കന്ന് വന്നിട്ടുണ്ടെന്ന്. പ്ലീസ് കം. ഹോം സ്വീറ്റ് ഹോം. അണ്ണാ, മോന് വീടൊക്കെ കാണിച്ചു കൊടുക്കും. ബൈജു, വാ. മോന് വേണ്ട ലഞ്ച് തീർക്കേ. എങ്കിലും എന്റെ ബോസെ, നീ ഹോങ്കോങ് വെച്ച് ചേറ് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി, ഇനി എന്തിനാ ചോദിക്കുന്നത്? വീട് നിന്റേത്, ചേറ് നിന്റേത്. ഏത് വീട്ടിലാണോ ജോലി ചെയ്ത് ആ വീടിന്റെ അവകാശിയായി. സന്തോഷമായില്ലേ ബോസ്? നിന്ന് ചിലക്കാതടാ. എന്റെ റൂം എവിടാന്ന് പറ. മോളിനാണ് ബോസ്. ബോസ് ബോസ് എന്ന് വിളിക്കണ്ട. ശരി ബോസ്. ഈ സിറ്റിയിൽ ബോംബ് പൊട്ടാൻ കാരണം ഇവനാ. പകല സമയത്ത് പെണ്ണുങ്ങളെ കണ്ടുവെച്ചിട്ട് രാത്രി പോയി റേപ്പ് ചെയ്യും. സൈക്കോ ടെററിസ്റ്റ് ഇവൻ. ജാഗ്രത. ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. നീ പ്രിയല്ലേ? അമ്മയെ പോലെ തന്നെ ഉണ്ട്. എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞോണ്ടാണോ വന്നത്? അത് ക്രാന്തിയാണ് മോളെ, പി ആർ അങ്കിളിന്റെ മകൻ. ഇവനോ? മിനിങ്ങാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ പ്രിയ ആരെ അറ്റാക്ക് ചെയ്തപ്പോ ഇവനെ രക്ഷപ്പെടുത്തിയത്. ഓ, നേരത്തെ പരിചയപ്പെട്ടോ? ഹീസ് ഡൈനാമിക്. ക്രാന്തി, പ്രിയ എന്റെ മോള. കളർ അമ്മയുടെ ആണെങ്കിലും അഹങ്കാരം അച്ഛന്റെ. ഗുഡ് ജോക്ക്. ശരി, എനിക്ക് ആ റൂം ഇഷ്ടമായി. അവളുടെ റൂം ഷിഫ്റ്റ് റൂം ഷിഫ്റ്റ്. ഓക്കേ ഓക്കേ, ഷിഫ്റ്റ് ഷിഫ്റ്റ്. ഹായ് അങ്കിൾ, ഗുഡ് മോർണിംഗ്. ഹായ് പ്രിയ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? I am very fine uncle. Congratulations uncle, I got your son. ക്രാന്തി, ഐ ആം ഗെറ്റിംഗ് വറീഡ്. അവൻ ഈ തെരുവിൽ കിടന്ന് അവരെ കൂടാണ് വളർന്നത്. ഓ, he is to be groomed, stylized. Can you do it for me? Sure uncle, I can do that. Stylish ആയിട്ട് മാറ്റും ഞാൻ. He is interesting. എന്ത് വലിയ വീടാ നോക്കണേ. ക്രാന്തിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. നിനക്കെന്താ കാര്യം? ഇന്ന് മുതൽ ഇതാണ് ഞങ്ങളുടെ വീട്. നീയോ? നീ എന്താ അവിടെ? ഒബ്സർവ് ചെയ്തോണ്ടിരുന്നതാ. നിന്റെ ഡാഡി നിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാൻ പറഞ്ഞു. ഹെയർ ഗ്രൂമിംഗ് ചെയ്ത് ഫേഷ്യൽ ചെയ്യണം. ഡ്രസ്സിംഗ് സ്റ്റൈലേ മാറ്റണം. മോർണിംഗ് ജോഗിംഗ്, സ്ക്വാഷ്, ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് അല്ലേ? ഫിറ്റ്നസോ? എനിക്കെന്തിനാ അത്? കുറച്ച് മുമ്പായിരുന്നെങ്കിൽ അത്യാവശ്യമായിരുന്നു. ഇപ്പൊ ഞാൻ മെലിഞ്ഞെന്ന നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോളൊന്ന് പോ, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ആ, അത് കറക്റ്റ്. കാലക്കേടാ മോനെ. എടാ, എല്ലാരും വന്നോടാ മോനെ. വന്നിട്ടുണ്ട്. എന്നാ ഇവിടെ അടിച്ച് പൊളിക്കടാ. എന്താടാ അങ്ങോട്ട് നോക്കുന്നത്? ഒന്നുമില്ലണ്ണാ, വരലക്ഷ്മി ചേട്ടത്തി നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. വാലന്റൈൻസ് ഡേ അല്ലേ? അയ്യോ, അത് നീ നേരത്തെ പറയണ്ടടാ.
വലിയേട്ടത്തിയുടെ അടുത്ത് ഈ കൊച്ചേട്ടത്തിയുടെ കാര്യം പറയണം. എവിടെയാണ് നിന്റെ ബോയ് ഫ്രണ്ട്? വെയിറ്റ് ചെയ്യേ. ஸ்டைல் ஸ்டைல் டி இந்த சூப்பர் ஸ்டைல் டி இந்த ஸ்டைல் கேட்டம்மா ഇന്ന് നീയടി. എന്തെങ്കിലും അവൾ എന്റെ അടുത്ത് വരുവാടാ. ഡൗട്ട് വേണ്ട, തീർച്ചയായും വരാം. എന്തുകൊണ്ടാ വരാത്ത സാർ? നിന്നെ കണ്ട ലേഡീസ് ഹാൻഡ് ബാഗ് അടിച്ചു മരുന്ന പോലെ ഉണ്ടല്ലോ. വാലന്റൈൻസ് ഡേ ആണെങ്കിൽ ലവർക്ക് കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവരണം, ഗിഫ്റ്റ് കൊണ്ടുവരണം, മിനിമം ഇതുപോലെ കളർഫുൾ ഡ്രസ്സെങ്കിലും ഇട്ടുകൊണ്ടുവരണം. കുളിച്ചില്ലെങ്കിലും നനച്ചില്ലെങ്കിലും മീശയില്ലെങ്കിലും കാണാനൊരു മെന ഉണ്ടായിരിക്കണം. 100% ഫ്ലവറിൽ അവര് വീടുവടാ. എടാ പൂവില്ലാത്ത ലവ് ഉണ്ടായിട്ടുണ്ടടാ. ഇങ്ങനെ വടാ വടാ. യുവർ ഫേസ് കട്ട് ഈസ് ലുക്സ് ലൈക്ക് എ ബൂട്ട് കട്ട്. നിറവൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. തലയ്ക്കാത്ത ആള് വേണം. എന്നെ പോലെ ബുദ്ധിജീവികൾ ശ്രമിച്ചാൽ പോലും നടക്കുന്നിടേ ഡ്രോപ്പായി പോകും. ഹാപ്പി വയലൻസ് ഡേ. വയലൻസോ? ഓ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അറിയില്ലല്ലേ. എന്റെ പ്രണയ ദിനാശംസകൾ. ഓക്കേ, താങ്ക് യു ആൻഡ് സെയിം ടു യു. അതെ, വീട്ടിലേതോ പ്രിയ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ റാംബോ പറഞ്ഞു കോമ്പറ്റീഷനാ. നിനക്ക് കോമ്പറ്റീഷൻ? കുഞ്ഞമ്മയുടെ മോനാ. ആ പൂ എന്റേതാണ്. ദേ നോക്ക് മോനെ, പ്രകൃതി നമ്മൾ എല്ലാവരുടേതുമാണ്. അതിൽ ഈ പൂവ് എന്റേതാണ്, ആ മൊട്ട എന്റേതാണ്, ആ ചെടി എന്റേതാണ്, അതിന്റെ ഇല എന്റേതാണ്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ മോശമാണ്. ഞാനിത് അവിടെ വെച്ചിരുന്ന. എന്നാ അത് അവിടെ ചെന്ന് നോക്ക്. ഇവിടെ എന്തിനാ നിൽക്കുന്നേ? പൂവിന്റെ പേരുണ്ട്, ഞാൻ എഴുതി വെച്ചാ. വട്ടൻ. ഇതല്ലേ ഇതപ്പം മുതലൊട്ടി. നിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഒരു തവണ ഫൈറ്റ്, പിന്നൊരു തവണ ബോംബ്. ടെൻഷനായിട്ട് വയ്യ. ഇനി നീ പേടിക്കണ്ട, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഉടനെ വന്നു ടെൻഷൻ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. രാവിലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പൊ നോക്കിയപ്പോ പൂവില്ല. അത് കിട്ടിയപ്പോ നീയുമില്ല. ഇതാണ് വരലക്ഷ്മി. ഓ ഹലോ. ഹലോ. കാണാവേ. സംഭവം കൈവിട്ടു പോയി. നോക്ക് വരലക്ഷ്മി, ഞാൻ കൊണ്ടുവന്ന പൂ അവൻ നിനക്ക് തന്നു, നീ കൊണ്ടുവന്ന പൂ അവൻ അവക്ക് കൊടുത്തു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട എന്താ? നമ്മൾ രണ്ടുപേരും പൂവില്ലാത്തവരായി. അവൻ കൗബോയ് എങ്കിൽ ഞാൻ ലവ് ബോയ് അല്ലേ? I want to see Kerala. I want to go to Cochin, Kovalam, and all the other places. Am I that boring? ഞാൻ ബോർ അടിപ്പിക്കാണ്. അങ്ങനൊന്നുമില്ല. കണ്ടിന്യൂ. നീ ഇപ്പൊ ഓർഡിക്കുന്നുണ്ടാ? ഈ ഫ്ലവർ എടുത്ത് കൈ വെക്കേ. എന്റെ അമ്മോ, ഈ ശേഷുവിന്റെ മോൾ എന്റെ പ്രേമത്തിന് ഒരു പാരയായി തീരുവോ? ബ്ലൂ ലേബിള്, ബ്ലാക്ക് ലേബിള്. ഫോറിൻ വേണോ ബോസ്? ഇതും ആഹാ. കഴിക്കടാ, കഴിക്ക്. നന്നായിട്ട് കഴിക്കും. അണ്ണാ, തിന്നുക, കുടിക്കുക, കിടക്ക, പെടുക്ക, ഇത് തന്നെ പണി. ഐസ്ക്രീം എടുത്തുണ്ടോ? ഞാനോ? ഏയ്, എടുത്തോണ്ട് ബോസ്. അണ്ണന് തിന്നാൻ വേണ്ടി ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ടേ ബോസ്. കഴിക്കടാ. ഈ വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഒന്നും പ്രശ്നമല്ലടാ ഈ PR-ന്. വാ, വന്ന് ചത്തു പോകടാ. എന്താണ് ഇത്? ഞാൻ PR ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. PR ആയിട്ടോ? PR ആണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുക. നീ അഭിനയിച്ചോ? ആ. दीदी तेरा देवर दीवाना, ओ दीदी तेरा देवर दीवाना, हाय राम कुड़ियों को डालेगा। दीदी तेरा देवर दीवाना, हरे राम മൊത്തത്തിൽ പോയി എന്താ വളരെ സന്തോഷത്തിലാണല്ലോ. പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. നമ്മുടെ ശത്രുക്കളെല്ലാം കൂടെ ചേർന്ന് നമുക്കിനി പണിയാവൂല്ലോടാ. ഇപ്പൊ എന്ത് പറ്റിയണ്ണ? ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു ആ PR-ന് ഇന്ന് താങ്ങായി തണലായി ഇപ്പൊ എത്ര ആൾക്കാർ എത്തിയിരിക്കുന്നു. അവന്റെ മോന്, അവന്റെ മരുമോള്, 10-20 അനാഥ പിള്ളേര്, അവനവിടെ ഉത്സവം പോലെ ആഘോഷിക്കുക. അണ്ണന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഇത്തവണ PR-നെയും അവന്റെ മകൻ കന്ത്രിയെയും കറക്റ്റായി ഞാൻ സ്പോട്ട് ചെയ്തിരിക്കും. നിന്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് തമാശ പറയരുത്. ബിൽഡിങ്ങിന്റെ വാസ്തു ശരിയാക്കണ. ഓ, നിന്റെ വാസ്തു ഇന്ന് ഞാൻ ശരിയാക്കും. എനിക്കിനി വേറെ ആരും വേണ്ട. ഇത്തവണ ഞാൻ പോകുന്നതാ നല്ലത്. കിട്ടിയാൽ അഗ്നികോണിലുള്ളവന്റെ ഹെഡ്
ഈശാനുകോണിലുള്ളവന്റെ ഹാർട്ട് രണ്ടും ക്ലോ